ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഈ ചിങ്ങമാസം പ്രമാണിച്ച് ചിങ്ങമാസത്തിൽ തിളങ്ങി നിൽക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. ചിങ്ങമാസത്തിൽ ഓണത്തിന് ബമ്പർ ലോട്ടറി ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രങ്ങളുമുണ്ട്. അപ്പോൾ ചില നക്ഷത്രക്കാർക്കുള്ള സമയം മാറി വരുന്ന സമയമാണ്. ഏതെല്ലാം രീതിയിലാണോ അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നത് അതെല്ലാം മാറി കുബേര തുല്യമായ ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റിയ സമയമാണ്. സൗഭാഗ്യമെന്ന് തന്നെ പറയാം. അതുപോലെ ബുദ്ധിമുട്ടുകൾ വിട്ടൊഴിയാതെ ഇരുന്ന ചില നക്ഷത്രങ്ങൾ അവരുടെ സമയം മാറുന്നു. ഈ ചിങ്ങത്തിൽ അവർക്ക് വലിയ വലിയ യോഗങ്ങളാണ്. കുബേര തുല്യമായ ജീവിതമാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമാണ്. ഓണം അധികം അകലെയല്ല. ഓണത്തിന് ധനഭാഗ്യമുള്ള ലോട്ടറികളാണ് ഇപ്പോൾ വരുന്നത്. അതിൽ ഓണം ബമ്പറാണ് പ്രധാനം. ഈ ഓണം ബമ്പർ എടുക്കുമ്പോൾ ഒന്നാം സമ്മാനം അടിക്കണം എന്നല്ല പറയുന്നത്. ഈ ഓണം ബമ്പർ എടുക്കുമ്പോൾ അധിക ധനഭാഗ്യമുള്ള, അല്ലെങ്കിൽ ഈ ഓണത്തിനെടുക്കുന്ന ബമ്പർ ലോട്ടറിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ധർമ്മദേവതയെ ആരാധിക്കുന്ന നക്ഷത്രമായിരിക്കും ഇവർ എന്നുള്ളതാണ്. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഇവർ ലോട്ടറി എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ പറയാം, ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള പ്രധാന നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. ഈ നാളുകാർക്ക് പല ഭാഗ്യങ്ങളും ഉണ്ടാകാൻ വഴിയുണ്ട്. ഈ ചിങ്ങമാസത്തിൽ ഷെയർ മാർക്കറ്റുകൾ, കച്ചവടം, മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നേരത്തെ നടത്തിയിരുന്ന പൊളിഞ്ഞുപോയ ബിസിനസ്സുകളൊക്കെ പുനരുദ്ധരിക്കാനായിട്ട് നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകും. വേദജ്യോതിഷപ്രകാരം ഈ നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സാമ്പത്തിക പ്രശ്നം മൂലം വിവാഹം നടക്കാതിരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അതുപോലെ വീട് വയ്ക്കുവാനായി കാത്തിരുന്നവർക്ക്, അവരുടെ ജീവിതത്തിൽ വളരെ പരാജയം സംഭവിച്ച് അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായവർക്കൊക്കെ പറ്റിയ ഒരു സമയമാണ്. അനിഴ നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. നിങ്ങളൊരു ബമ്പർ എടുത്താൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പോരും. അപ്രതീക്ഷിത കുബേര യോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അവസാനം അക്കം വരുന്ന 72, 80, 90, 36, 85, 42, 50 അക്കങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് വേണം എടുക്കുന്നത്. സങ്കടങ്ങൾ മാറാൻ പോകുന്ന കാലമാണ്. ദൂരയാത്രകളൊക്കെ വേണ്ടി വരും. ഈ സമയത്തും ആ യാത്രയിൽ നിങ്ങൾക്ക് ലോട്ടറി എടുക്കാം. പ്രതിസന്ധികൾ അവസാനിച്ച് നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു ലോട്ടറി ഭാഗ്യമായിരിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതും നേടാൻ സാധിക്കും. ധനലാഭം നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. കുബേര യോഗം കാണിക്കുന്നുണ്ട്. പല ഭാഗ്യങ്ങളും തേടിയെത്തുന്ന സമയമാണ് ഈ 2026 ചിങ്ങമാസം. ലോട്ടറി ഭാഗ്യം ഉറപ്പായി നിങ്ങൾക്കുണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നവർ മുടക്കാതെ ചെയ്യണം. ശനിദോഷങ്ങൾ, അതുപോലെ ചൊവ്വാദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം. ഇവർക്ക് ധനലാഭം പ്രത്യേകമായി കാണിക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസത്തിൽ. ലോട്ടറി ഭാഗ്യം ഉണ്ടാകാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം കഴിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നീരാഞ്ജനം, അതുപോലെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യം ഉറപ്പായും നിങ്ങൾക്കുണ്ടാകും. ലോട്ടറി മടിക്കാതെ എടുത്തു വെക്കുക. ഈ ചിങ്ങമാസത്തിലെ ബമ്പർ ലോട്ടറിയിൽ നിങ്ങൾക്കായി ഒരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. കടം മാറാനും മാറ്റാനുമുള്ള സമയമാണ്. പ്രാരാബ്ധൻ മാറാൻ ഉള്ള സമയം എന്നാണ് പറയുന്നത്. അതുപോലെ വൃശ്ചിക രാശിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിന് സമൃദ്ധിയുടെ കാലമാണ്. കരിയറിൽ പുരോഗതി ഉണ്ടാകും. വിവിധയിടത്തു നിന്നും സാമ്പത്തിക പുരോഗതി വന്നു ചേരും. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചവർക്കും ഭാഗ്യമുണ്ടാകും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറും. വീട് വെക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകും. പഠിക്കുവാൻ മുന്നോട്ട് പോകാൻ പണമില്ലാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള പണം ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയമായതിനാൽ നിങ്ങൾ തീർച്ചയായും ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ പ്രാർത്ഥനയും മറ്റും ചെയ്യണം. നാമജപങ്ങളൊക്കെ മുടങ്ങാതെ നടക്കണം. അതുപോലെ ലോട്ടറി സംബന്ധമായ പല വിജയങ്ങളും തേടിയെത്തുന്ന ഈ സമയത്ത് അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഭാഗ്യങ്ങൾ ഒക്കെ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ പൂജകളും കർമ്മങ്ങളുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ മാറി 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 പോകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാം നിരാശയായിരുന്നു എങ്കിൽ ആ നിരാശയിൽ നിന്നും മാറി കുബേര ജീവിതത്തിലേക്ക് അനിഴ നക്ഷത്രക്കാർ എത്തുകയാണ്. ഈ ചിങ്ങമാസത്തിൽ ഭാഗ്യം ലോട്ടറി മുഖേനയായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം, ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ 2026 ചിങ്ങത്തിലെ അനിഴ നക്ഷത്രക്കാർക്ക്. വാടകയ്ക്കിടുന്ന ആൾക്കാർക്കൊക്കെ ഇനി സ്വന്തമായി വീട് വെച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം തേടി വരുന്ന കാലമാണ്. തൊഴിൽപരമായും കുടുംബപരമായും വളരെ ഉന്നതിയിൽ എത്തുന്ന കാലമാണ്. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ കുബേര തുല്യമായ ജീവിതം മുഖേന നിങ്ങൾക്കുണ്ടാവുന്ന ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഞെറുക്കെടുപ്പുകളിലോ അല്ലെങ്കിൽ ബമ്പർ സമ്മാന പദ്ധതികളിലോ ഒക്കെ കൂപ്പണുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പൂജകളും കർമ്മങ്ങളും അതുപോലെ ദോഷങ്ങളുമൊക്കെ മാറ്റിയെടുത്ത് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി നേരെ ചൊവ്വേ പോയാൽ നിങ്ങളുടെ ജീവിതം ഇനി മറ്റൊരു ലെവലിലേക്ക് മാറിയെത്തും. അതുപോലെ
നിങ്ങൾ ഈ ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ലോട്ടറി ഭാഗ്യം മൂലം, സാമ്പത്തിക നേട്ടം മൂലം നിങ്ങൾക്കുണ്ടാകും. കുബേരതുല്യമായ ജീവിതവും എല്ലാവരുടെയും മുന്നിൽ നല്ല രീതിയിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു അവസരവുമാണ് വന്നുചേരുന്നത്. കുടുംബത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. മക്കൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും ഒക്കെ നല്ല ഒരു ജീവിതം നൽകാൻ നിങ്ങൾക്ക് കഴിയും. ഇതുവരെ നിങ്ങൾ ബുദ്ധിമുട്ടി കഷ്ടപ്പാടുമൊക്കെ നടന്നു എന്ത് ചെയ്താലും രക്ഷയില്ല എന്ന് പറഞ്ഞ് നടന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം കൊണ്ടുവരുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. അത് പ്രത്യേകം അവരുടെ ജാതകപ്രകാരം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ജ്യോതിഷപ്രകാരം അനിഴ നക്ഷത്രത്തിനാണ് ഇത്തവണ കുബേരതുല്യമായ ജീവിതം ഈ ചിങ്ങമാസത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പ്രവൃത്തിയുമൊക്കെയായി മുന്നോട്ട് പോവുക. യാത്രകളിൽ നിങ്ങൾക്ക് പരിചയമുണ്ടാകുന്ന ആളുകൾ വഴിയും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ദൂരയാത്രകൾ ചിലപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്ര ദർശനങ്ങൾ മുടങ്ങാതെ നടത്തുക. കുടുംബസമേതമുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് സന്തോഷകരമായി മാറാൻ പറ്റുന്ന അവസരങ്ങളായി കണ്ടെത്തുക. അതുപോലെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങാതെ നിങ്ങൾ നടത്തേണ്ടതുണ്ട്. നാമജപം മുടക്കരുത്. ദേവീക്ഷേത്രങ്ങളിലെ പൂജകൾ, അതുപോലെ നീരാഞ്ജന വിളക്കുകൾ, നാരങ്ങ വിളക്കുകൾ, എള്ളുപായസം, കടുംപായസം ഒക്കെ ചെയ്യുക. ശനിക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ശനിദോഷമുള്ള അനിഴ നക്ഷത്രക്കാരുടെ ശനിദോഷമൊക്കെ മാറി വന്ന് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഭാഗ്യം സിദ്ധിക്കുന്ന ആളാണെന്ന് നിങ്ങളുടെ ജ്യോതിഷപ്രകാരം ഈ വൃശ്ചിക രാശിയിലെ അനിഴ നക്ഷത്രക്കാർക്ക് നല്ല കൂറുള്ള സമയമാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുമോ, മാറ്റങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ്. ജനന സമയത്തുണ്ടായിരുന്ന രാശിപ്രകാരമുള്ള നക്ഷത്രങ്ങളുമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ശനിദോഷത്തിൽ ജനിക്കുന്ന അനിഴ നക്ഷത്രക്കാരുണ്ട്. അത് അവരുടെ ഇങ്ങനെ വിട്ടുമാറാതെ കൂടെ പിന്തുടർന്നുകൊണ്ടിരുന്ന സമയമാണ്. അത് മാറ്റിയെടുക്കാൻ ശനിദോഷ പരിഹാര പൂജകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ശിവക്ഷേത്രത്തിലും പാർവതീ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വിളക്ക് കത്തിക്കുക, പൂജകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നെയ്വിളക്ക് കത്തിക്കുക. അപ്പോൾ അനിഴ നക്ഷത്രക്കാർ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ജീവിതം വലിയൊരു ഉന്നതിയിലേക്ക് പോകുന്നു. ചിങ്ങമാസം നിങ്ങൾക്ക് കുബേര തുല്യമായ ജീവിതം കൊണ്ടുവരുന്നു. ഓണം ബമ്പർ എന്നുള്ളത് അനിഴ നക്ഷത്രത്തിന്റെ സമയമാണ്. ഓണം ബമ്പർ അനിഴ നക്ഷത്രത്തിനായി കാത്തുവച്ചിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയായുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം വന്നു ചേരും. ഈ വൃശ്ചികം അനിഴ നക്ഷത്രത്തിന്റെ സമയമാണ്. അതുപോലെ തന്നെ അനിഴ നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അധികമായ കൂട്ടുകെട്ടുകൾ, അങ്ങനെയുള്ള ചില മദ്യപാന ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. സ്ത്രീകളുമായി ഏറ്റവും കൂടുതൽ പരിണയം നടത്തുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ. സ്ത്രീകൾ മുഖേനയും ചില നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സുഹൃത്തുക്കളായ സ്ത്രീകൾ ധാരാളമുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പങ്കിൽ നിന്നും അവരെ സഹായിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്ന ആൾക്കാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹവാത്സല്യങ്ങളും അവരുടെയൊക്കെ സപ്പോർട്ടും അവരുടെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് കൂട്ടുകെട്ടുകളിൽ നല്ല കൂട്ടുകാരുമായി കൂട്ടുചേർന്ന് മുന്നോട്ട് പോവുക. അനിഴ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും നടത്തണം. ഈ ഓണക്കാലം ചിങ്ങമാസം നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ബമ്പറിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വൻ ഭാഗ്യമാണ് എത്തിച്ചേരാൻ പോകുന്നത്. അനിഴ നക്ഷത്രക്കാർ പിന്നോട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കുബേര തുല്യമായ ജീവിതത്തിലേക്ക് പോകും. ഇത്രയും നാളും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിച്ചിരുന്നവർക്ക് അവരുടെ ജീവിതം സന്തോഷപ്രദം ഇനി അടുത്ത സമയങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഇതൊക്കെയാണ് അനിഴ നക്ഷത്രത്തിന്റെ ലോട്ടറി ഭാഗ്യമായി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഈ ജ്യോതിഷപങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്തൊരു പങ്ക്തിയുമായി വീണ്ടും എത്താം.